ചർച്ചയായി സുരേഷ് ഗോപി മേയർ ബന്ധം. പരസ്പരം പ്രശംസിച്ച് സുരേഷ് ഗോപിയും മേയറും. മേയർ എതിർക്കുന്നവരെ ജനം കൈകാര്യം ചെയ്താൽ മതിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ ജനം പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് മേയർ MK വർഗീസ്. തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനം വൈകുന്നതിന്റെ കാരണം കരാറുകാരനോട് ചോദിക്കണമെന്ന് കേന്ദ്രമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം പഠിച്ച് നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസ്. തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. തൃശൂരിലെ ചരിത്ര സ്മാരകമായ പുരാവസ്തു മ്യൂസിയവും ശക്തൻ തമ്പുരാൻ കൊട്ടാരവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. എന്ന് തുറന്നു നൽകുമെന്ന് വ്യക്തമാക്കാതെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഒളിച്ചുകളി തുടരുന്നു. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മാടക്കത്രയിൽ ജാഗ്രതാ നിർദ്ദേശം. ഫാമിലെ 310 പന്നികളെ കൊന്നൊടുക്കി. രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്ന് വിദഗ്ധർ. തൃക്കൂർ വെള്ളാനിക്കോട് ഇരുമ്പുതൊട്ടി വൈദ്യുതി കമ്പിയിൽ തട്ടി വയോധിക ഷോക്കേറ്റ് മരിച്ചു. പുളിച്ചൂട് സ്വദേശിനി സെലീനയാണ് മരിച്ചത്. അപകടം കടച്ചക്ക പറിക്കുന്നതിനിടെ. നമസ്കാരം. വാർത്തകൾ വിശദമായി. വീണ്ടും ചർച്ചയായി സുരേഷ് ഗോപി മേയർ ബന്ധം. പരസ്പരം പ്രശംസിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസും. അയ്യന്തോളിയിൽ കോർപ്പറേഷന്റെ അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കോർപ്പറേഷൻ മേയർ MK വർഗീസും പരസ്പരം പ്രശംസിച്ച് വീണ്ടും രംഗത്തെത്തിയത്. തന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മേയർക്ക് എതിർനിൽക്കുന്നവർ ആരാണെന്നും നിങ്ങൾക്കറിയാമെന്നും അവരെ ജനം കൈകാര്യം ചെയ്താൽ മതിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മേയർ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അത് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിന് മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരു മേയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിര് നിൽക്കില്ല. എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. മേയർ സുരേഷ് ഗോപി അടുപ്പത്തിനെതിരെ CPI രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. തുടർന്ന് പ്രസംഗിച്ച മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെയും തിരിച്ച് പ്രശംസിച്ചു. തൃശൂരിനെ സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും മേയർ പറഞ്ഞു. യഥാർത്ഥമായി അദ്ദേഹം മന്ത്രിയായതിനു ശേഷം വലിയ പദ്ധതികൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഭിപ്രായം. നമ്മുടെ കേരളത്തിൽ യോജിച്ച തരത്തിലുള്ള തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷകളുണ്ട്. വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തും ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും. നേരത്തെയും മേയറെ പ്രശംസിച്ച് സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു. സുരേഷ് ഗോപിയുമായുള്ള മേയറുടെ അടുപ്പം CPIയുടെ പരാതിക്ക് ഇടയാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ മേയർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് CPM നേതൃത്വം ഇടപെട്ട് ഇരുകൂട്ടരെയും അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് സുരേഷ് ഗോപിയും മേയറും പരസ്യ പ്രശംസയുമായി രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് TCV. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ പ്രശംസിച്ച മേയറുടെ നടപടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ CPM BJP കൂട്ടുകെട്ടിന് തെളിവെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ. പൊതുസമൂഹത്തിന് മുൻപിൽ പരസ്യമായി സംഘപരിവാർ അനുകൂല നിലപാടെടുക്കുന്ന തൃശൂർ മേയറെ ഇനിയും നഗരപിതാവിന്റെ പദവിയിൽ തുടരാൻ CPM അനുവദിക്കുന്നത് ദുരൂഹമാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലാകമാനം UDFനെതിരെ BJP CPM കൂട്ടുകെട്ട് തുടരാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI പരസ്യമായി ആവശ്യപ്പെട്ടിട്ട് പോലും മേയറെ തിരുത്താനോ തള്ളിപ്പറയാനോ CPM തയ്യാറാവാത്തത് CPIക്കുള്ള സന്ദേശം കൂടിയാണ്. മേയറെ എതിർക്കുന്നവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന മേയറുടെ സാന്നിധ്യത്തിൽ പ്രസംഗിച്ച കേന്ദ്രമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള പരസ്പരം പ്രശംസ ചൊരിയൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കൂട്ടുകെട്ടിന്റെയും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കൂട്ടുകെട്ടിന്റെയും പ്രകടമായ തെളിവാണ്. ഒരു മുന്നണിയിലിരിക്കെ CPMന്റെ മുന്നണിയിലിരുന്ന് മേയറായി BJPയെ സഹായിക്കുന്ന മേയറുടെ നിലപാടുകളെ
തിരുത്തുവാനോ അദ്ദേഹത്തെ പിരിച്ചുവിടുവാനോ CPM തയ്യാറാവാത്തത് ഇതിന്റെ തെളിവാണ്. അതേ ഘടകകക്ഷിയിൽ CPM മുന്നണിയിലെ LDF മുന്നണിയിലെ CPIയുടെ പ്രതിഷേധം പോലും മുഖവിലേക്ക് എടുക്കുവാൻ CPM തയ്യാറാവുന്നില്ല. ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പൊ ഏങ്ങണ്ടിയൂർ ഭാഗത്ത്, ഗുരുവായൂർ ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങനൊരു പദ്ധതി വരുന്നു എന്നറിഞ്ഞ് ഒരു സാമ്പത്തിക അതിക്രമ സ്വഭാവം കൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് വാഗ്ദാനങ്ങളുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് ഒരു നാന്ദി കുറിക്കുന്ന തരത്തിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ വെളിവാക്കുന്നില്ല. പിന്നെ ഇത് നാളെ തന്നെ ചില ആൾക്കാർ ചോദിക്കും, എവിടെ വന്നില്ലല്ലോ, നാളെ ചോദിക്കാനൊക്കത്തില്ലല്ലോ അല്ലേ? അപ്പോൾ അത് വരും എന്ന് തന്നെയാണ് എൻ്റെ നിശ്ചയം. അടുത്ത 5 കൊല്ലത്തിനകം എയിംസ് കേരളത്തിലെത്തും. എയിംസ് സ്ഥാപിക്കുന്നതിന് മനുഷ്യനിർമ്മിത തടസ്സങ്ങളാണുള്ളത്. അത് നീക്കിവരികയാണ്. എയിംസ് കേരളത്തിന് വേണ്ടിയാണ്, ഒരു സ്ഥലത്തിനു വേണ്ടിയല്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോയാൽ തന്റെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ പണം വാങ്ങുമെന്നാണ് താൻ പറഞ്ഞതെന്നും ആ പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുമെന്നാണ് പറഞ്ഞതെന്നും മറിച്ചുള്ള മാധ്യമ വാർത്തകൾ അസംബന്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചി മെട്രോ കോയമ്പത്തൂരിലേക്ക് നീട്ടാൻ വേണ്ടി പരിശ്രമിക്കും. ഇത് അനിവാര്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സാങ്കേതികമായി നടക്കില്ല എന്നാണ് ഇപ്പോഴും അതിന്റെ തലവൻ പറയുന്നത്. എങ്ങനെ നടപ്പിലാക്കിയെടുക്കാൻ നോക്കും എന്നത് എൻ്റെ ഉദ്യമത്തിൻ്റെ ഭാഗമായിരിക്കും. ദാറ്റ് വിൽ ബി മൈ മിഷൻ. മെട്രോ ടു കോയമ്പത്തൂർ നടത്തും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എവിടെയൊക്കെ ഇന്നലെ എഴുതി കണ്ടു. നെവർ ഹാവ് ഐ സെഡ് ഇറ്റ്. നടത്താൻ വേണ്ടി ശ്രമിക്കും. ഇത് അമൂല്യമാണ്, ഇത് അനിവാര്യമാണ്. മണ്ണുത്തിയിൽ നിന്ന് അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് കവറിംഗ് തൃശ്ശൂർ സിറ്റി. അപ്പോൾ ഒരു ക്രോസ് കട്ട് റോഡ് നോട്ട് ലെറ്റിംഗ് പീപ്പിൾ ഹൂ ഹാവ് ടു ട്രാൻസാക്ട് ഫ്രം നാഷണൽ ഹൈവേ 47 ടു 66, 17 പോകേണ്ടവർക്ക് ഒരു എക്സിറ്റും എൻട്രി ഇല്ലാതെ ഒരു റോഡ് ചങ്ങരൻകുളം വഴി പോയാൽ മതി എന്ന് നിശ്ചയിക്കുന്നവർക്ക് ഒരു വൺ വേ കൊടുക്കാം. തിരിച്ചതുപോലെ തൃശ്ശൂർ വരികയെ വേണ്ട എന്ന് പറയുന്നവർക്ക് അവിടുന്ന് കൊടുക്കാം. അപ്പോൾ എൻട്രി അറ്റ് മണ്ണുത്തി, എക്സിറ്റ് അറ്റ് ഓൺലി നോട്ട് ഈവൻ ചൂണ്ടൽ, കുന്നംകുളം, ആൻഡ് ദെൻ പ്രൊസീഡ് ടു എനിവേർ ഓൺ ദി നാഷണൽ ഹൈവേ 17. ഇങ്ങനെ ഒരു പദ്ധതിയാകും. പക്ഷെ അത് എല്ലാവരുടെയും സമ്മതത്തോടെ ചെയ്യും. ആരെയും ദ്രോഹിക്കില്ല, ആരുടെയും അവകാശങ്ങൾ പിടിച്ചു പറിക്കില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ആപ്തവാക്യങ്ങളാണ്. സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പാക്കണമെന്ന് തന്റെ മനസ്സിലുണ്ട്. നാഗപട്ടണം, വേളാങ്കണ്ണി, ദിണ്ടിഗൽ ക്ഷേത്രം, ഭരണങ്ങാനം, മലയാറ്റൂർ, കാലടി, കൊടുങ്ങല്ലൂർ, തൃശൂർ ലൂർദുമാതാ പള്ളി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്പിരിച്വൽ ടൂറിസം നടപ്പാക്കാനുള്ള പദ്ധതിയാണ് പരിഗണനയിലുള്ളത്. ജലസംഭരണത്തിനുള്ള ഡാമുകളിലെ ചെളി നീക്കം ചെയ്യുന്നതിലൂടെ പ്രളയ സാഹചര്യം ഒഴിവാക്കാൻ ആകുകയും സർക്കാരിന് നല്ല വരുമാനം ലഭ്യമാകുകയും ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ചരക്കുകൾ ട്രെയിനിൽ കൊണ്ടുപോകുന്നതിനായി അങ്ങോട്ടേക്ക് പുതിയ റെയിൽവേ ലൈൻ ആരംഭിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനം വൈകുന്നതിന്റെ കാരണം കോൺട്രാക്ടറോട് ചോദിക്കണമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഒ രാധിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പോൾ മാത്യു, അരുൺ എഴുത്തച്ഛൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഉദ്ഘാടനങ്ങൾക്ക് പണം പറ്റുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന നിയമലംഘനമെന്ന് LDF ജില്ലാ കമ്മിറ്റി. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്ക് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് നിയമം ബാധകമാണ്. ഈ പദവികളിൽ ഇരിക്കുമ്പോൾ മറ്റ് പ്രതിഫലം പറ്റുന്ന ജോലികൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം പറ്റുമെന്ന് പറയുന്നത് നിയമവ്യവസ്ഥയെ പരസ്യമായി വെല്ലുവിളിക്കലാണെന്ന് ഇടതുമുന്നണി ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പരാജയ കാരണം പഠിച്ച് നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസ്. പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ DCC നേതൃയോഗത്തിൽ തീരുമാനിച്ചു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് ബൂത്ത് തല അവലോകനം നടത്തും. ഓരോ ബൂത്തിലും വോട്ട് ചെയ്യാത്തവരുടെ കണക്കെടുക്കും. ഇവർ കോൺഗ്രസ് അനുഭാവികളായിരുന്നോ എന്നും പരിശോധിക്കും. ഈ പഠന റിപ്പോർട്ട് ജില്ലാ നേതൃത്വം വിലയിരുത്തും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രവർത്തനം സജീവമാക്കാനും യോഗം നിശ്ചയിച്ചു. ഇതിനായി ഓരോ മണ്ഡലങ്ങളിലും നേതാക്കൾക്ക് പ്രത്യേക ചുമതലകൾ നൽകി.
തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ലീഡറുടെ പാതയിൽ സഞ്ചരിച്ച് മറികടക്കും. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ലീഡറുടെ പ്രവർത്തനം വിലയിരുത്തുകയും മാതൃകയാക്കുകയും വേണം. തൃശൂരിലാണ് ലീഡറുടെ ജീവവായു കുടികൊള്ളുന്നതെന്നും MP പറഞ്ഞു. പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും VK ശ്രീകണ്ഠൻ വ്യക്തമാക്കി. ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ ഒരു തോൽവിയാണ്. ഒട്ടേറെ തോൽവികളെ അഭിമുഖീകരിച്ചും അതിജീവിച്ചും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ലീഡറുടെ ആശയമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ആവേശമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ, ആ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് വീണ്ടും ശക്തമായി തൃശ്ശൂരിൽ വരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുകയാണ്, ലീഡറുടെ ആ പ്രവർത്തന മാതൃക അതെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര പാർട്ടി ഈ തൃശ്ശൂർ പോലുള്ള ഒരു എല്ലാ തരത്തിലും ഒരു മതേതരത്വം ആഗ്രഹിക്കുന്ന ജനങ്ങൾ പാർട്ടിയെ തിരികെ കൊണ്ടുവരും. അതുകൊണ്ട് ലീഡറുടെ മാതൃകയിൽ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതിജ്ഞ എടുക്കുകയാണ്. തൃശൂരിലെ ചരിത്ര സ്മാരകമായ പുരാവസ്തു മ്യൂസിയവും ശക്തൻ തമ്പുരാൻ കൊട്ടാരവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. മ്യൂസിയവും കൊട്ടാരവും കാണാനെത്തുന്നവരെ നിരാശരാക്കി സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. തൃശൂരിന്റെ മുഖമുദ്രയാണ് നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം. ഏറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൊട്ടാരം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഈ കൊട്ടാരവാതിൽ അടച്ചുകെട്ടിയിട്ട് വർഷങ്ങളായെങ്കിലും ഇനിയും പണി പൂർത്തിയാക്കി തുറന്നു നൽകിയിട്ടില്ല. ചരിത്രം പേറുന്ന ഈ കൊട്ടാരത്തെക്കുറിച്ചും പുരാവസ്തു മ്യൂസിയത്തെക്കുറിച്ചും കേട്ടറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുന്നവർ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുന്ന കൊട്ടാര ഗേറ്റിൽ തൂക്കിയിരിക്കുന്ന ബോർഡും കണ്ട് നിരാശരായി മടങ്ങുകയാണ് പതിവ്. ടിക്കറ്റിനത്തിൽ മാത്രം പുരാവസ്തു വകുപ്പിന് കിട്ടേണ്ട ലക്ഷങ്ങളാണ് നഷ്ടമാകുന്നതെന്നതിന് പുറമെ നഗരഹൃദയത്തിൽ അടച്ചുപൂട്ടിക്കിടക്കുന്ന കൊട്ടാരം സാംസ്കാരിക നഗരിക്ക് അപമാനവുമാണ്. 6 ഏക്കറിലധികം വരുന്ന മ്യൂസിയം വളപ്പിൽ അപൂർവ സസ്യശേഖരങ്ങളടങ്ങിയ പൈതൃക ഉദ്യാനവും സർപ്പക്കാവുമുണ്ട്. തൃശൂർ നഗരത്തിന്റെ ശില്പിയും നാടുവാഴിയുമായിരുന്ന ശക്തൻ തമ്പുരാന്റെ സ്മൃതി കുടീരവും കൊട്ടാര വളപ്പിലാണുള്ളത്. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കൊട്ടാരം 1993 സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. 2000 പുരാവസ്തു മ്യൂസിയവും പ്രവർത്തനം ആരംഭിച്ചു. 5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മ്യൂസിയത്തിന്റെ നവീകരണം നടന്നു വരുന്നത്. എന്നാൽ നവീകരണം പൂർത്തീകരിച്ച് എന്ന് ഈ കൊട്ടാരം പൊതുജനത്തിന് തുറന്നു നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായില്ല. TCV തൃശൂർ. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മാടക്കത്രയിൽ ജാഗ്രതാ നിർദ്ദേശം. കട്ടിലപ്പുവം സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഫാമിലെ 310 പന്നികളെ കൊന്നൊടുക്കി. ഡോക്ടർമാരുടെയും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് കള്ളിംഗ് നടപ്പാക്കിയത്. കൊന്നൊടുക്കിയ പന്നികളെ ഫാമിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചു. അതേസമയം ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ പ്രദേശമായും കണക്കാക്കിയിട്ടുണ്ട്. പന്നികളിൽ മാത്രം കാണപ്പെടുന്ന രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്ന് വിദഗ്ധർ പറഞ്ഞു. തൃക്കൂർ വെള്ളാനിക്കോട് കടച്ചക്ക പറിക്കുന്നതിനിടെ ഇരുമ്പ് തോട്ടി വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് വയോധിക മരിച്ചു. പുളിച്ചുവിട് എടത്തിരുത്തിക്കാരൻ അന്തോണിയുടെ ഭാര്യ 65 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. സമീപത്തെ പറമ്പിൽ നിന്ന് കടച്ചക്ക പറിക്കുന്നതിനിടെയാണ് അപകടം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മനക്കൊടി ഗീവർഗീസ് സഹതായുടെ തീർത്ഥകേന്ദ്രത്തിൽ മോഷണം. കപ്പേളയുടെ ഒരു വശത്തെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിൽ കണ്ടെത്തി. രൂപക്കൂടിന്റെ ഒരു വശവും തകർത്തിട്ടുണ്ട്. ചില്ല് അടിച്ചുടച്ച മോഷ്ടാവ് രൂപത്തിൽ അണിഞ്ഞിരുന്ന സ്വർണം പൂശിയ 2 മാലകൾ കവർന്നു. ഭണ്ഡാരം കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. കപ്പേളയുടെ വശത്തുള്ള ചില്ല് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.
ചാലിശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു. പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം. മന്ത്രി MB രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് മുൻ MLA VT ബൽറാം. തൃത്താലയിലെ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം എന്ന മന്ത്രി MB രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടം നടപ്പിലാക്കിയ ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു. ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന 6ഓളം ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം 2 ആഴ്ചകൾക്ക് മുമ്പാണ് നാടിന് സമർപ്പിച്ചത്. എന്നാൽ നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ച് അഴിമതി നടത്തിയതാണെന്നും ഇതിൽ MB രാജേഷിന് നേരിട്ടുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റും തൃത്താല മുൻ MLAയുമായ VT ബൽറാം ആവശ്യപ്പെട്ടു. 10-20 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 8-9 ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ അഴിച്ചു മാറ്റി വെക്കേണ്ടുന്ന അവസ്ഥയിലാണ്. പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായി ഈ പദ്ധതി ഒരു തകർന്ന അവസ്ഥയിലാണ്. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ്. കാരണം 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയുടെ അതിന്റെ ഗുണനിലവാരം ഇതാണ് എന്ന് പറയുമ്പോൾ, ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര വലിയൊരു തകർച്ച നേരിട്ടു എന്ന് പറയുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഘടിപ്പിച്ചതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി MB രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽകെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത്. നിലവിൽ പട്ടിത്തറ, നാഗലശ്ശേരി, പരതൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. TCV കുന്നംകുളം. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഇ-ഹെൽത്ത് സംവിധാനം പണിമുടക്കിയതോടെ രോഗികൾ കാത്തുനിന്ന് വലഞ്ഞു. പകർച്ചപ്പനിയും മറ്റു രോഗങ്ങളും മൂലം ഏറെ തിരക്കുള്ള സമയത്ത് പകരം സംവിധാനം ഏർപ്പെടുത്താത്തതിനെ തുടർന്ന് രോഗികൾ ക്ഷുഭിതരായി. സാധാരണ ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണുന്ന രീതിയായിരുന്നു ഇവിടെ. ഇ-ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറിയതോടെ രോഗികളുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഡോക്ടറെ കാണേണ്ടത്. കമ്പ്യൂട്ടർ പണിമുടക്കിയതോടെ രാവിലെ 8:30 മുതൽ കാത്തുനിന്ന രോഗികൾക്ക് 10:30 ഡോക്ടറെ കാണാൻ കഴിയാതായതോടെ വൻ തിരക്കായി. താൽക്കാലിക രജിസ്റ്ററിൽ വിവരങ്ങൾ ശേഖരിച്ച് ഡോക്ടറെ കാണാനുള്ള ടോക്കൺ കൊടുക്കണമെന്ന് രോഗികൾ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തയ്യാറായില്ലെന്ന് പറയുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും വെങ്കിടങ്ങ് പഞ്ചായത്ത് മുൻ അംഗവുമായ അബ്ദുൽ മനാഫ് ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ടിന് പരാതി നൽകി. കൊടുങ്ങല്ലൂരിൽ കോടതി സമുച്ചയം നിർമ്മിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിലാണ് കോടതി സമുച്ചയം നിർമ്മിക്കുക. നിലവിൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ നിയമകാര്യ വകുപ്പിന്റെ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നും 54 സെന്റ് സ്ഥലമാണ് കോടതി സമുച്ചയ നിർമ്മാണത്തിനായി നിയമകാര്യ വകുപ്പിന് കൈമാറുക. ഭൂമി കൈമാറ്റം സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ തമ്മിൽ ധാരണയായി. സമുച്ചയ നിർമ്മാണം വൈകാതെ ആരംഭിക്കും. മുൻസിഫ് കോടതിയും 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ ന്യായാലയം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിലും പോക്സോ കോടതി വാടക കെട്ടിടത്തിലുമാണ് ഉള്ളത്. പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നേർകുളം ആറ്റുപുറം സ്വദേശി ഏഴിക്കോട്ടയിൽ വീട്ടിൽ ജമാലുദ്ദീനെയാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ കുട്ടിയെ പിന്തുടർന്നെത്തിയ പ്രതി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നുവെന്നാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടക്കേക്കാട് സ്റ്റേഷനിലും പ്രതിക്കെതിരെ സമാനമായ കേസ് നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഏറെ കഥകൾ പറയാനുണ്ട് കൊടുങ്ങല്ലൂർ 2-ാം വാർഡിലെ വിളക്കുകാലിന്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിളക്കുകാലാണിത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2-ാം വാർഡിൽ ഉണ്ണിപ്പറമ്പത്ത് പടിക്ക് സമീപം റോഡരികിലാണ് പഴയ വഴിവിളക്കിന്റെ അവശേഷിപ്പായി ഇരുമ്പ് വിളക്കുകാൽ സ്ഥിതി ചെയ്യുന്നത്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ വിളക്കുകാലിന്. വിളക്ക് നശിച്ചു പോയെങ്കിലും വിളക്കുകാൽ കാലത്തെ അതിജീവിച്ചു. 1980-കൾ വരെ ഇവിടെ വിളക്ക് പ്രകാശിച്ചിരുന്നതായി മുതിർന്നവർ ഓർക്കുന്നുണ്ട്. പഞ്ചായത്തായിരിക്കുന്ന കാലത്ത് ഇവിടെ വഴിവിളക്കൊന്നും ഇല്ലാത്ത സമയത്ത് അതിന് ജനങ്ങൾക്ക് ഇത് സഞ്ചാരയോഗ്യം ആക്കാൻ വേണ്ടി ഒരു മണ്ണെണ്ണ ചിമ്മിനി വെച്ച് കത്തിക്കുന്ന ഒരു വഴിവിളക്കായിരുന്നത്.
ഇടവഴി റോഡായി മാറുകയും വൈദ്യുതി കടന്നു വരികയും ചെയ്തതോടെ എണ്ണയൊഴിച്ച് കത്തിക്കുന്ന വിളക്കിന്ന് വൈദ്യുതി ലൈറ്റിന് വഴിമാറി. ഒരു കാലഘട്ടത്തിൽ വൈകിട്ട് വിളക്ക് എണ്ണയൊഴിച്ച് തെളിയിക്കുകയും രാവിലെ തിരിയണയ്ക്കുകയും ചെയ്തിരുന്നത് ചെറുവള്ളി പരമുവും ഭാര്യ കാർത്യായനിയുമായിരുന്നു. രാത്രികാലങ്ങളിൽ വഴിയാത്രക്കാർക്ക് ഏറെ ഉപകാരമായിരുന്നു ഈ വിളക്ക്. സമാന മാതൃകയിലുള്ള വഴിവിളക്കുകളുടെ അവശിഷ്ടങ്ങൾ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന വിളക്കുകൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കൊടുങ്ങല്ലൂർ. കോടശ്ശേരി കലിക്കൽകുന്നിൽ ശ്മശാനത്തിനുള്ളിലെ കെട്ടിടത്തിൽ നിന്ന് 150 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും ചാലക്കുടി എക്സൈസ് സംഘം പിടിച്ചെടുത്തു. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സ്ഥലത്ത് ആരെയും കണ്ടെത്താനായില്ല. ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് KN സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ലീഡർ K കരുണാകരന്റെ 106ാം ജന്മദിന വാർഷികം ആചരിച്ചു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് പൂങ്കുന്ന മുരളി മന്ദിരത്തിലെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP, മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പി രാമകൃഷ്ണൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, സുനിൽ അന്തിക്കാട്, IP പോൾ, KV ദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചൊവ്വന്നൂർ വെള്ളിത്തിരുത്തി സ്വദേശി കോലാട്ടി വീട്ടിൽ ഹരിദാസനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PG ശിവശങ്കരൻ, NR രാജു, സുനിൽദാസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, ലത്തീഫ്, ശ്രീജിത്ത് എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ 100ന പരിപാടിയിൽ ഉൾപ്പെടുത്തി അരിമ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ വഴി നടപ്പിലാക്കിയ വഴിയിടം പദ്ധതി വൻ വിജയത്തിലേക്ക്. കുടുംബശ്രീ കിരണം യൂണിറ്റ് 500 കസേരകളും മേശകളും പാത്രങ്ങളും അനുബന്ധ സാമഗ്രികളും വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് വൻ വിജയമായിരിക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് വാടകയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കിരണത്തിൽ നിന്ന് ലഭിക്കുമെന്നതാണ് പ്രധാന ആകർഷണം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവ വാടകയ്ക്കെടുക്കാൻ ആവശ്യക്കാർക്ക് താല്പര്യമേറുകയാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ ഈ വഴിയിടം എന്ന പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് കുടുംബശ്രീയുടെ കീഴിലുള്ള കിരണം എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവരത് ഏറ്റെടുക്കുകയും അതിലൂടെ ഒരു വരുമാനം നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വെല്ലുവിളികൾ അതിജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സ്ത്രീകളെ അവരുടെ സ്വന്തം കാലിൽ നിലനിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്ന പഞ്ചായത്തിൻ്റെ ലക്ഷ്യമാണ്. SC വനിതാ സംരംഭകർക്കായുള്ള പദ്ധതിക്കായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സബ്സിഡിയോടെ അനുവദിച്ച 4.5 ലക്ഷം രൂപയും കുടുംബശ്രീയിൽ നിന്നും വായ്പയായി ലഭിച്ച 1.5 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കസേരയും മേശയും മറ്റ് സാധന സാമഗ്രികളും വാങ്ങിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ ഒട്ടുമിക്കതിലും ഇവരുടെ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളുമാണ് ഉപയോഗിക്കാറുള്ളത്. ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള മാലിന്യ വ്യാപനം ഇതിലൂടെ കുറയ്ക്കാനായെന്നതും നേട്ടമാണ്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ OA ജിജി, കിരണം യൂണിറ്റ് പ്രസിഡന്റ് KD രജനി, സെക്രട്ടറി PA രജു, MV അനുരാഗി, TV ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ 1 വർഷത്തോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് പദ്ധതി വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. പന്തളം നഗരസഭ, പന്തളം മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന പ്രതിനിധി സംഘം വടക്കാഞ്ചേരി നഗരസഭ സന്ദർശിച്ചു. നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് സംഘമെത്തിയത്. പന്തളം നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം നഗരസഭയിലെ കുമ്പളങ്ങാട് ഡിവാട്ടഡ് കമ്പോസ്റ്റ് പ്ലാന്റ്, MCFകൾ, RRF കൈമാറ്റക്കട മുതലായവ സന്ദർശിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. നഗരസഭാ ഹെൽത്ത് വിഭാഗം PHIമാരായ സിദ്ദീഖുൽ അക്ബർ, സുജിത്ത് എന്നിവർ വടക്കാഞ്ചേരിയിലെ വിവിധ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിനിധികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. തൃശൂർ സ്വദേശി UAEയിൽ മരണപ്പെട്ടു. ഇരിങ്ങാലക്കുട പുല്ലൂർ വെട്ടിലകത്തോട്ടിൽ വീട്ടിൽ അജയ്കുമാറാണ് ദുബായിൽ മരിച്ചത്. 51 വയസ്സായിരുന്നു. അൽഗൂസിലെ റെസ്റ്റോറന്റിൽ ജീവനക്കാരനായി പ്രവർത്തിച്ചു വരികയായിരുന്നു.
ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിൽ പ്രധാന റോഡിലെ സീബ്ര വരകൾ മാഞ്ഞുപോയത് അപകട ഭീഷണി ഉയർത്തുന്നു. സീബ്ര ലൈൻ മാഞ്ഞുപോയത് മൂലം വാഹനങ്ങൾ വേഗത കുറയ്ക്കാതെ പായുന്നതിനാൽ അപകടങ്ങൾ പതിവാവുകയാണ്. ഒല്ലൂരിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിത്യവും റോഡ് മുറിച്ച് കടക്കുന്നത്. സീബ്ര ലൈനുകൾ പുതുക്കി വരയ്ക്കാനും പ്രധാന റോഡിന്റെ 2 ഭാഗത്തും മുന്നറിയിപ്പ് ബോർഡുകളും ട്രാഫിക് സിഗ്നലുകളും സ്ഥാപിക്കാനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 6675 രൂപ, പവന് 53,400 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3642 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും ചർച്ചയായി സുരേഷ് ഗോപി മേയർ ബന്ധം. പരസ്പരം പ്രശംസിച്ച് സുരേഷ് ഗോപിയും മേയറും. മേയറെ എതിർക്കുന്നവരെ ജനം കൈകാര്യം ചെയ്താൽ മതിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ ജനം പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് മേയർ MK വർഗീസ്. തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനം വൈകുന്നതിന്റെ കാരണം കരാറുകാരനോട് ചോദിക്കണമെന്ന് കേന്ദ്രമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം പഠിച്ച് നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസ്. തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. തൃശൂരിലെ ചരിത്ര സ്മാരകമായ പുരാവസ്തു മ്യൂസിയവും ശക്തൻ കൊട്ടാരവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. എന്ന് തുറന്നു നൽകുമെന്ന് വ്യക്തമാക്കാതെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഒളിച്ചുകളി തുടരുന്നു. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മാടക്കത്രയിൽ ജാഗ്രതാ നിർദ്ദേശം. ഫാമിലെ 310 പന്നികളെ കൊന്നൊടുക്കി. രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്ന് വിദഗ്ധർ. തൃക്കൂർ വെള്ളാനിക്കോട് ഇരുമ്പുതൊട്ടി വൈദ്യുതി കമ്പിയിൽ തട്ടി വയോധിക ഷോക്കേറ്റ് മരിച്ചു. പുളിച്ചൂട് സ്വദേശിനി സെലീനയാണ് മരിച്ചത്. അപകടം കടച്ചക്ക പറിക്കുന്നതിനിടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.